വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതവും മഹത്തരവുമാക്കപ്പെട്ട ഈ സുദിനത്തിൽ നിങ്ങളുടെ മുന്നിൽ രണ്ട് വാക്ക് സംസാരിക്കുവാൻ എനിക്ക് വിധി എഴുതി തന്ന സർവശക്തിനെ ഞാൻ ആദ്യം സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഈ പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ എത്ര തന്നെ പറഞ്ഞ് മതി വരാത്ത മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതവും മഹത്തരവുമാക്കപ്പെട്ട ഈ സുദിനത്തിൽ മദഹിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. സൂര്യനും ചന്ദ്രനും അടക്കം കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വെട്ടിത്തിളങ്ങുന്ന അത്ഭുതകരമായ ഈ ലോകത്തിന് സൃഷ്ടിക്ക് കാരണം അഷ്റഫു അൽഖു ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. ആ മുത്ത് റസൂൽ സ്നേഹിക്കാതെയും പാതയിൽ പിൻപറ്റാതെയും എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? കാരണം എന്നെയും മുന്നിലിരിക്കുന്ന നിങ്ങളെയും ലോകത്തുള്ള ജീവജാലങ്ങളെയും സൃഷ്ടിപ്പിന് പോലും കാരണം ആ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. ലൗലാ കമാ ഹലഖതൽ അഹ്ലാഖ്. നബിയെ, അങ്ങില്ലായിരുന്നു എങ്കിൽ നമ്മീ ലോകത്തെ പോലും സൃഷ്ടിക്കില്ലായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, അവസാന ലോകത്തോട് വിട പറയുന്ന സമയത്ത് ഉമ്മത്തി ഉമ്മത്തി എന്ന് മന്ത്രിച്ച ആ മുത്ത് റസൂലിനെ അതിരറ്റ് സ്നേഹിക്കൽ നമുക്ക് ഓരോ ബാധ്യതയാണ്. മഹ്ശറ വൻ സന്നിധിയിൽ കത്തിച്ചൊലിയുന്ന സൂര്യന് മുന്നിൽ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന മനുഷ്യർ, ആദം നബി മുതൽ പല നബിമാരോടും രക്ഷ ആവശ്യപ്പെടുമ്പോൾ രക്ഷകനായി എത്തുന്നത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് അമ്മയെ കൂടുതൽ ആവശ്യകരമാക്കുന്നു. പ്രവാചകൻ്റെ ആയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you for the wonderful performance.